സക്സസ് ഫയലിലേക്ക് സ്വാഗതം. പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളുടെ ഒരു ക്വിക്ക് റിവിഷനാണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഏത്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹിരാക്കുഡ് ആണ്. ഹിരാക്കുഡ് അണക്കെട്ടാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട്. താജ്മഹൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം താജ്മഹൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഉത്തർപ്രദേശ് ആണ്. ഉത്തർപ്രദേശ്. ആന്ധ്ര സംസ്ഥാന രൂപവൽക്കരണത്തിനായി ഉപവാസം അനുഷ്ഠിച്ച് മരണമടഞ്ഞ വ്യക്തി ആര്? ആന്ധ്ര സംസ്ഥാന രൂപവൽക്കരണത്തിനായി ഉപവാസം അനുഷ്ഠിച്ച് മരണമടഞ്ഞ വ്യക്തി പോറ്റി ശ്രീരാമലു ആണ്. പോറ്റി ശ്രീരാമലു. നോർക്കയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. നോർക്ക, നോൺ റെസിഡന്റ് കേരളൈറ്റ്സ് അഫയേഴ്സ്. നോർക്കയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1993. 1993. ഹൈഡ്രജനെ ഗാർഹിക ഇന്ധനമായി ഉപയോഗിക്കുന്നില്ല. കാരണം എന്താണ്? ഹൈഡ്രജനെ ഗാർഹിക ഇന്ധനമായിട്ട് ഉപയോഗിക്കാത്തതിന് കാരണം സ്ഫോടന സാധ്യത കൂടുതലായത് കൊണ്ടാണ്. സ്ഫോടന സാധ്യത കൂടുതലായത് കൊണ്ടാണ് ഹൈഡ്രജനെ ഗാർഹിക ഇന്ധനമായിട്ട് ഉപയോഗിക്കാത്തത്. മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ച വർഷം ഏത്? മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ച വർഷം 1895 ആണ്. 1895. ദക്ഷിണേന്ത്യയിൽ പഞ്ചായത്തി രാജ് സംവിധാനം ആദ്യം നിലവിൽ വന്ന സംസ്ഥാനം ഏത്? ദക്ഷിണേന്ത്യയിൽ പഞ്ചായത്തി രാജ് സംവിധാനം ആദ്യം നിലവിൽ വന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശ്. പാർസെക് എന്നത് എത്ര പ്രകാശ വർഷമാണ്? പാർസെക് എന്നത് 3.26 പ്രകാശ വർഷമാണ്. പാർസെക് എന്നത് 3.26 പ്രകാശ വർഷം. ലോകസഭാ സ്പീക്കർ രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ്? ലോകസഭാ സ്പീക്കർ രാജിക്കത്ത് ആർക്കാണ് നൽകേണ്ടത്? ലോകസഭ ഡെപ്യൂട്ടി സ്പീക്കർക്കാണ്. ലോകസഭാ സ്പീക്കർ രാജിക്കത്ത് നൽകേണ്ടത് ലോകസഭ ഡെപ്യൂട്ടി സ്പീക്കർക്കാണ്. അവസാനത്തെ മാമാങ്കം നടന്ന വർഷം ഏത്? അവസാനത്തെ മാമാങ്കം നടന്നത് 1755. 1755 അവസാനത്തെ മാമാങ്കം നടന്നത്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ല മോഡൽ യുദ്ധം നയിച്ചത് ആര്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ല മോഡൽ യുദ്ധം നയിച്ചത് ആരാണ്? താത്യ തോപ്പിയാണ്. താത്യ തോപ്പി. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മുസ്ലിം ഭരണാധികാരി. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മുസ്ലിം ഭരണാധികാരി സുൽത്താന റസിയ. സുൽത്താന റസിയ. കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് ആര്? കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് സി കേശവനാണ്. കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് ആരാണ്? സി കേശവൻ. രാമകൃഷ്ണ മിഷന്റെ സ്ഥാപകൻ. രാമകൃഷ്ണ മിഷന്റെ സ്ഥാപകൻ സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദൻ. പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച പ്രബോധ ചന്ദ്രോദയ സഭ നിലവിൽ വന്നത് എവിടെ? പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച പ്രബോധ ചന്ദ്രോദയ സഭ നിലവിൽ വന്നത് വടക്കൻ പറവൂരാണ്. വടക്കൻ പറവൂർ. ജമ്മുവിൽ നിന്ന് കാശ്മീർ താഴ്വരയെ വേർതിരിക്കുന്ന മലനിര. ജമ്മുവിൽ നിന്ന് കാശ്മീർ താഴ്വരയെ വേർതിരിക്കുന്ന മലനിര പീർ പാഞ്ചലാണ്. പീർ പാഞ്ചൽ. ഭൂമിയുടെ അകക്കാമ്പിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ലോഹം. ഭൂമിയുടെ അകക്കാമ്പിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഇരുമ്പാണ്. ഇരുമ്പ്. മംഗളവനം പക്ഷി സങ്കേതം കേരളത്തിലെ ഏത് ജില്ലയിലാണ്? മംഗളവനം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏത് ജില്ലയിലാണ്? എറണാകുളം ജില്ലയിലാണ്. ബൊമാൻസ് ക്യാപ്സൂൾ ഏത് അവയവവുമായി ബന്ധപ്പെട്ടതാണ്? ബൊമാൻസ് ക്യാപ്സൂൾ വൃക്കയാണ്. വൃക്കയുമായിട്ട് ബന്ധപ്പെട്ടു. ബൊമാൻസ് ക്യാപ്സൂൾ. കസ്തൂരി രംഗൻ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ച വർഷം ഏത്? കസ്തൂരി രംഗൻ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചത് 2013. 2013.
ഭരണഘടനാ ഭേദഗതിയെപ്പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏത്? ഭരണഘടനാ ഭേദഗതിയെപ്പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം 368 അനുച്ഛേദം 368. ഗബ്രിയേൽ ഗാർസിയോ മാർക്കേസിന്റെ ആത്മകഥ. ഗാർസിയോ മാർക്കേസിന്റെ ആത്മകഥ ലീവിംഗ് ടു ടെൽ ദി ടെയിൽ. പ്രകാശത്തെക്കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? പ്രകാശത്തെക്കുറിച്ചുള്ള പഠനമാണ് ഒപ്റ്റിക്സ്. പ്രകാശത്തെക്കുറിച്ചുള്ള പഠനം ഒപ്റ്റിക്സ്. ഈ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം, ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് എന്ത് എന്ന് കമന്റ് ചെയ്യുക. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം. ഇന്ത്യയുടെ ചുവന്ന നദി ഏതാണ്? ചുവന്ന നദി ബ്രഹ്മപുത്ര നദിയാണ്. മദ്യപാനം ബാധിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത്? മദ്യപാനം ബാധിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലമാണ്. സെറിബെല്ലം. ചൊവ്വാഗ്രഹത്തെ ചുറ്റിയ ആദ്യ ബഹിരാകാശ വാഹനം. ചൊവ്വാഗ്രഹത്തെ ചുറ്റിയ ആദ്യത്തെ ബഹിരാകാശ വാഹനം മാരിനർ 4 ആണ്. മാരിനർ 4. ചൊവ്വാഗ്രഹത്തെ ചുറ്റിയ ആദ്യ ബഹിരാകാശ വാഹനമാണ് മാരിനർ 4. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം. ഏറ്റവും വലുത് ഇരവികുളം ദേശീയോദ്യാനമാണ്. യൂജിൻ സെർനാൻ എന്ന ബഹിരാകാശ സഞ്ചാരി ചന്ദ്രനിൽ ഇറങ്ങിയ വാഹനം. യൂജിൻ സെർനാൻ എന്ന ബഹിരാകാശ സഞ്ചാരി ചന്ദ്രനിൽ ഇറങ്ങിയ വാഹനം അപ്പോളോ 17 ആണ്. അപ്പോളോ 17. സന്യാസി കലാപത്തിന്റെ പശ്ചാത്തലത്തിലുള്ള കൃതി ഏത്? സന്യാസി കലാപത്തിന്റെ പശ്ചാത്തലത്തിലുള്ള കൃതിയാണ് ആനന്ദമഠം. സംഘകാലത്തെ സമുദ്ര തീരപ്രദേശം അറിയപ്പെട്ടിരുന്നത്. സംഘകാലത്തെ സമുദ്ര തീരപ്രദേശം അറിയപ്പെട്ടിരുന്നത് നെയ്തൽ എന്നാണ്. നെയ്തൽ. സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ച വർഷം 1984. 1984. ശരാശരിയിൽ അധികം മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനം ഏത്? ശരാശരിയിൽ കൂടുതലായിട്ട് മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ പ്രധാനമായിട്ടും കാണപ്പെടുന്ന മണ്ണിനം ലാറ്ററൈറ്റ് മണ്ണാണ്. ലാറ്ററൈറ്റ് മണ്ണ്. ആരുടെ സ്മരണാർത്ഥം പണി കഴിപ്പിച്ചതാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി? സ്റ്റാച്യു ഓഫ് യൂണിറ്റി ആരുടെ സ്മരണാർത്ഥം പണി കഴിപ്പിച്ചതാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. സർദാർ വല്ലഭായ് പട്ടേലിന്റെ സ്മരണാർത്ഥം പണി കഴിപ്പിച്ചതാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി. കേരളത്തിൽ എത്ര ബ്ലോക്ക് പഞ്ചായത്തുകളുണ്ട്? കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം 152 ആണ്. 152. ദേശീയ വനിതാ കമ്മീഷൻ രൂപവൽക്കരിച്ച വർഷം 1992. 1992. മോൺട്രിയൽ പ്രോട്ടോകോൾ എന്തിൻ്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര ഉടമ്പടിയാണ്? മോൺട്രിയൽ പ്രോട്ടോകോൾ ഓസോൺ പാളിയാണ്. ഓസോൺ പാളിയുടെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട അന്താരാഷ്ട്ര ഉടമ്പടിയാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. പ്രകാശത്തിനനുസരിച്ച് സസ്യങ്ങളെ പ്രതികരണങ്ങൾക്ക് സജ്ജമാക്കുന്ന വർണ്ണ പ്രോട്ടീൻ ഏത്? പ്രകാശത്തിനനുസരിച്ച് സസ്യങ്ങളെ പ്രതികരണങ്ങൾക്ക് സജ്ജമാക്കുന്ന വർണ്ണ പ്രോട്ടീനാണ് ഫൈറ്റോക്രോം. ഫൈറ്റോക്രോം. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് പിണ്ഡം. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ് പിണ്ഡം. ഇന്ത്യൻ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത്. ഇന്ത്യൻ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിംഗലി വെങ്കയ്യയാണ്. പിംഗലി വെങ്കയ്യ. സമ്പൂർണ്ണ ആംബുലൻസ് സേവനം ലഭ്യമായ ഇന്ത്യയിലെ ആദ്യത്തെ ലോകസഭാ മണ്ഡലം ഏത്? സമ്പൂർണ്ണ ആംബുലൻസ് സേവനം ലഭ്യമായ ഇന്ത്യയിലെ ആദ്യ ലോകസഭാ മണ്ഡലം ആറ്റിങ്ങലാണ്. ആറ്റിങ്ങൽ. അന്തർദേശീയ അഴിമതി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് എന്ന്? അന്തർദേശീയ അഴിമതി വിരുദ്ധ ദിനം ഡിസംബർ 9. ഡിസംബർ 9. ഇന്ത്യൻ ഭരണഘടനയുടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നുമാണ് കടമെടുത്തത്?
ഇന്ത്യൻ ഭരണഘടനയുടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്? ജർമ്മനിയുടെ ഭരണഘടനയിൽ നിന്നുമാണ്. ജർമ്മനി. തിലോത്തമ ഏത് വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള ഇനമാണ്? തിലോത്തമ. എള്ളിന്റെ അത്യുൽപാദന ശേഷിയുള്ള ഇനമാണ് തിലോത്തമ, എള്ള്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ്? ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ബോംബെ സമ്മേളനത്തിലാണ്. ബോംബെ സമ്മേളനം. കലോറിക മൂല്യം ഏറ്റവും കൂടുതലുള്ള വാതകം ഏത്? കലോറിക മൂല്യം ഏറ്റവും കൂടുതലുള്ള വാതകം ഹൈഡ്രജനാണ്. ഹൈഡ്രജൻ. സെൽഷ്യസ്, ഫാരൻഹീറ്റ് സ്കെയിലുകൾ ഒരേ അളവ് കാണിക്കുന്ന ഊഷ്മാവ് ഏത്? സെൽഷ്യസ്, ഫാരൻഹീറ്റ് സ്കെയിലുകളിൽ ഒരേ അളവ് കാണിക്കുന്ന ഊഷ്മാവാണ് -40 ഡിഗ്രി. -40 അൺ ടു ദ ലാസ്റ്റ് എന്ന കൃതിയുടെ കർത്താവ്. അൺ ടു ദ ലാസ്റ്റ് എന്ന കൃതിയുടെ കർത്താവ് ജോൺ റസ്കിനാണ്. ജോൺ റസ്കിൻ. ആരുടെ യഥാർത്ഥ നാമമായിരുന്നു സുബ്ബരായർ? സുബ്ബരായർ എന്നത് ആരുടെ യഥാർത്ഥ നാമമായിരുന്നു? തൈക്കാട് അയ്യ. തൈക്കാട് അയ്യയുടെ യഥാർത്ഥ നാമമായിരുന്നു സുബ്ബരായർ. ഏത് രാജ്യത്തിന്റെ നിയന്ത്രണത്തിലുള്ളതാണ് ക്രിസ്മസ് ദ്വീപ്? ക്രിസ്മസ് ദ്വീപ് ഏത് രാജ്യത്തിന്റെ നിയന്ത്രണത്തിലുള്ളതാണ്? ഓസ്ട്രേലിയയാണ്. ഓസ്ട്രേലിയയുടെ നിയന്ത്രണത്തിലുള്ളതാണ് ക്രിസ്മസ് ദ്വീപ്. ONV കുറുപ്പിന് ജ്ഞാനപീഠം ലഭിച്ച വർഷം? ONV കുറുപ്പിന് ജ്ഞാനപീഠം ലഭിച്ച വർഷം 2007 ആണ്. 2007. മേജർ ധ്യാൻചന്ദ് ഏത് കളിയിലാണ് പ്രശസ്തനായിരുന്നത്? മേജർ ധ്യാൻചന്ദ് ഹോക്കിയാണ്. ഹോക്കി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽ കം റോഡ് ബ്രിഡ്ജായ ബോഗിബീൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ആസമിലാണ്. ആസം. ബക്രാനങ്കൽ വിവിധോദ്ദേശ പദ്ധതി ഏത് നദിയിലാണ്? ബക്രാനങ്കൽ വിവിധോദ്ദേശ പദ്ധതി സത്ലജ് നദിയിലാണ്. സത്ലജ് നദിയിലാണ്. മൗലിക അവകാശങ്ങളുടെ ലംഘനം ഉണ്ടായാൽ നേരിട്ട് സുപ്രീം കോടതിയെ സമീപിക്കാൻ പൗരന് അധികാരം നൽകുന്ന ആർട്ടിക്കിൾ 32. ആർട്ടിക്കിൾ 32. കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് സുഭാഷ് ചന്ദ്രബോസിനോട് മത്സരിച്ച് പരാജയപ്പെട്ട വ്യക്തി? പട്ടാഭി സീതാരാമയ്യ. പട്ടാഭി സീതാരാമയ്യ. ഇന്ത്യയുടെ ഏറ്റവും വേഗതയേറിയ ക്രൂയിസ് മിസൈൽ ബ്രഹ്മോസ്. ദ്രാവക രൂപത്തിലുള്ള ലോഹം ഏത്? ദ്രാവക രൂപത്തിലുള്ള ലോഹം ബ്രോമിനാണ്. ബ്രോമിൻ. ശ്രീനികേതൻ പരീക്ഷണത്തിന്റെ ഉപജ്ഞാതാവ്? ശ്രീനികേതൻ പരീക്ഷണത്തിന്റെ ഉപജ്ഞാതാവ് രവീന്ദ്രനാഥ് ടാഗോർ. മണി ബിൽ അവതരിപ്പിക്കാൻ ശുപാർശ നൽകുന്നത് ആര്? മണി ബിൽ അവതരിപ്പിക്കാൻ ശുപാർശ നൽകുന്നത് രാഷ്ട്രപതി. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ സുഗതകുമാരി. ഉത്തിഷ്ഠത ജാഗ്രത എന്ന ആഹ്വാനം ഏത് ഉപനിഷത്തിലേതാണ്? ഉത്തിഷ്ഠത ജാഗ്രത കണ്ഠോപനിഷത്താണ്. കണ്ഠോപനിഷത്ത്. ഭാവിയുടെ ലോഹം എന്നറിയപ്പെടുന്നത്? ഭാവിയുടെ ലോഹം ടൈറ്റാനിയമാണ്. ടൈറ്റാനിയം. ബാണാസുര സാഗർ അണക്കെട്ട് ഏത് നദിയിലാണ്? ബാണാസുര സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് കരമനത്തോട്. കരമനത്തോട്. ബാണാസുര സാഗർ അണക്കെട്ട് കരമനത്തോട്. കയർ ബോർഡിന്റെ ആസ്ഥാനം കൊച്ചിയാണ്. കയർ ബോർഡിന്റെ ആസ്ഥാനം കൊച്ചി. മനുഷ്യ ശരീരത്തിലെ ജൈവ ഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി? ജൈവ ഘടികാരം പീനിയൽ ഗ്രന്ഥിയാണ്. പീനിയൽ ഗ്രന്ഥി. ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം കൊടുത്തത് ഏത് മേഖലയ്ക്കാണ്? കൃഷിയാണ്. കൃഷി. ക്യൂബിസം എന്ന ചിത്രകലാ രീതിക്ക് തുടക്കം കുറിച്ച ചിത്രകാരൻ? ക്യൂബിസം പിക്കാസോയാണ്. പിക്കാസോ. രാസാഗ്നിയും ഹോർമോണും പുറപ്പെടുവിക്കുന്ന ഗ്രന്ഥിക്ക് ഉദാഹരണം? രാസാഗ്നിയും ഹോർമോണും പുറപ്പെടുവിക്കുന്ന ഗ്രന്ഥിക്ക് ഉദാഹരണം പാൻക്രിയാസ്. പാൻക്രിയാസ്. കേരളത്തിലെ ഏത് ആദിവാസി വിഭാഗത്തെ പറ്റിയാണ് ഗാന്ധിജി യങ് ഇന്ത്യയിൽ ലേഖനം എഴുതിയത്? നായാടികൾ. കേരളത്തിലെ നായാടികൾ എന്ന വിഭാഗത്തെ പറ്റിയാണ് ഗാന്ധിജി യങ് ഇന്ത്യയിൽ ലേഖനം എഴുതിയത്. കേരള സംസ്ഥാനത്തിന്റെ ആദ്യത്തെ ധനകാര്യമന്ത്രി ആരായിരുന്നു? സി അച്യുതമേനോൻ. സി അച്യുതമേനോൻ. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ പദവി നൽകിയ 73-ാം ഭേദഗതി നടപ്പിലാക്കിയ പ്രധാനമന്ത്രി PV നരസിംഹ റാവു ആണ്. PV നരസിംഹ റാവു.
പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ പദവി നൽകിയ 73-ാം ഭേദഗതി നടപ്പിലാക്കിയ പ്രധാനമന്ത്രി PV നരസിംഹറാവു. സമുദ്രത്തിന്റെ ആഴം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഫാത്തോമീറ്റർ. സമുദ്രത്തിന്റെ ആഴം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഫാത്തോമീറ്റർ. ലോകത്തിലെ ആദ്യ കാലാവസ്ഥാ ഉപഗ്രഹം ടൈറോസ്. ലോകത്തിലെ ആദ്യത്തെ കാലാവസ്ഥാ ഉപഗ്രഹം ഏത്? ടൈറോസ്. കൈക ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടക. ഒരു ബിൽ ധനകാര്യ ബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുവാനുള്ള അധികാരം ആർക്കാണ്? ലോകസഭാ സ്പീക്കറിനാണ്. ലോകസഭാ സ്പീക്കർ. വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം ജലം. ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന മൗലിക കടമകൾ എത്രയാണ്? 11. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ട ആൻഡമാൻ ദ്വീപ് ഏത്? റോസ് ദ്വീപാണ്. റോസ് ദ്വീപ്. ആരുടെ പേരിലാണ്? നേതാജി സുഭാഷ് ചന്ദ്രബോസ്. ഒരു നിയമം ഭരണഘടനാ വിരുദ്ധമാണോ എന്ന് പരിശോധിക്കാനുള്ള സുപ്രീം കോടതിയുടെ അധികാരമാണ് ജുഡീഷ്യൽ റിവ്യൂ. ഇംഗ്ലീഷുകാരുമായുള്ള ഏറ്റുമുട്ടലിൽ പഴശ്ശിരാജ കൊല്ലപ്പെട്ടത് എന്ന്. ഇംഗ്ലീഷുകാരുമുള്ള ഏറ്റുമുട്ടലിൽ പഴശ്ശിരാജ കൊല്ലപ്പെട്ടത് 1805 നവംബർ 30. 1805 നവംബർ 30. 1865 പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചത് ആര്? 1865 പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചത് ആയില്യം തിരുനാളാണ്. ആയില്യം തിരുനാൾ. കേരളത്തിലെ ഏറ്റവും അധികം പേർ തൊഴിൽ ചെയ്യുന്ന പരമ്പരാഗത വ്യവസായം കയർ വ്യവസായമാണ്. കയർ. ഹരപ്പൻ സംസ്കാരത്തിന്റെ ഭാഗമായ ലോഥൽ പുരാവസ്തു കേന്ദ്രം ഏത് സംസ്ഥാനത്താണ്? ലോഥൽ സ്ഥിതി ചെയ്യുന്ന ഗുജറാത്തിലാണ്. ഗുജറാത്ത്. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ഭാരത്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ നഗരസഭ തൊടുപുഴയാണ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ നഗരസഭ തൊടുപുഴ. പ്രഥമ ശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായത്? പ്രഥമ ശ്രേഷ്ഠ ഭാഷാ പുരസ്കാരത്തിന് അർഹനായത് VR പ്രബോധചന്ദ്രൻ നായർ. പ്രഥമ ശ്രേഷ്ഠ ഭാഷാ പുരസ്കാരം VR പ്രബോധചന്ദ്രൻ നായർ. ചിന്താ വിപ്ലവം എന്ന പുസ്തകത്തിന്റെ കർത്താവ്? ചിന്താ വിപ്ലവം MC ജോസഫ്. ഹർത്താൽ നടത്തുന്നതിന് എത്ര ദിവസം മുമ്പ് അറിയിപ്പ് നൽകണമെന്നാണ് കേരള ഹൈക്കോടതി വിധിച്ചിട്ടുള്ളത്? 7 ദിവസം മുമ്പ്. 7 ദിവസം മുമ്പ്. വിവാഹമോചനത്തിനുള്ള കാരണങ്ങളിൽ നിന്ന് ഏത് രോഗത്തെ ഒഴിവാക്കാനുള്ള ബില്ലാണ് അടുത്തിടെ പാർലമെന്റ് അംഗീകാരം നൽകിയത്? കുഷ്ഠരോഗം. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ എഞ്ചിനില്ലാത്ത തീവണ്ടി ഏത്? വന്ദേ ഭാരതാണ്. വന്ദേ ഭാരതിന്റെ ആദ്യത്തെ പേരായിരുന്നു ട്രെയിൻ 18N. റാണി ലക്ഷ്മിബായി ഏത് പ്രദേശത്തിന്റെ ഭരണാധികാരിയായിരുന്നു? ഝാൻസി. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച വാഹനം ഏതാണ്? ചന്ദ്രയാൻ 3 LVM-3M4. ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3. ഭാരതരത്ന ലഭിച്ച ആദ്യത്തെ കായിക താരം സച്ചിൻ ടെണ്ടുൽക്കർ. 2014 ലഭിച്ചത്. ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് അയിത്ത നിർമ്മാർജ്ജനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ആർട്ടിക്കിൾ 17. ഒരു ഹൈക്കോടതി ജഡ്ജിയെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. 2025 പൂർണ്ണമായും സെറാമിക് മാലിന്യം കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ആദ്യ പാർക്കായ അനോഖി ദുനിയ തുറന്നത് എവിടെയാണ്? അനോഖി ദുനിയ ഗുജറയിലാണ്. ഉത്തർപ്രദേശിലെ ഗുജറ. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂർ. അവസാനത്തെ ചോദ്യം. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം മെയ് 22. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം മെയ് 22. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.